പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ ഒരു നല്ല ദിവസം ഏവർക്കും നേരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ഏറ്റവും ശക്തമായൊരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര് വേടൻ. ഈ വേടനെ എന്തിനാണ് ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എന്നൊരു ചോദ്യം IOF ചോദിക്കുകയാണ്. വേടൻ്റെ യഥാർത്ഥത്തിലുള്ള നാമം ഹിരൺ ദാസ് എന്നാണെന്ന് തോന്നുന്നു. യെസ്, ഹിരൺ ദാസ് മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നല്ല പേരാണ്. ഹിരൺ എന്നുള്ള വാക്ക് തന്നെ നല്ല ആധ്യാത്മികമായിട്ടുള്ളൊരു പേരാണ്. പിന്നെ ദാസ് എന്നുള്ള വാക്ക് കാളിദാസ് എന്നോ അങ്ങനെ ഏത് ദാസ്, നമ്മൾ യേശുദാസോ, മുരളി എന്നുള്ള വാക്ക് അതിലും അതൊക്കെ മാറ്റിയിട്ട് കൂട്ടുകാർ വിളിച്ച വേടൻ എന്ന പേര് തന്നെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് തുരികനാമം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപരനാമം അല്ല, തുരികനാമം പോലെ സ്വീകരിച്ചുകൊണ്ട് അതേ പേരിൽ ഞാൻ അറിയപ്പെടുന്നത് എനിക്ക് വിഷമമില്ല എന്ന് പറയപ്പെടാൻ സാധിച്ച് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന് ഞാൻ പറയുന്നുള്ളൂ. പല കാരണങ്ങളുണ്ട്, ഞാൻ മുമ്പോട്ട് വരും പറയാം. ഒന്ന്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? കഞ്ചാവ്. അത് വലിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല. അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അല്പം കഞ്ചാവ് പിടിച്ചുള്ളൂ. അതിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനൊന്നും നോക്കുന്നില്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന സംഭവത്തിലുള്ള ക്വാണ്ടിറ്റി അദ്ദേഹത്തിനുള്ളൂ. ഓക്കെ, അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് ഉപയോഗിക്കുന്നവരെയോ കഞ്ചാവ് കൈവശം വെക്കുന്നവരെയോ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയാൻ നമുക്ക് ഒക്കില്ല. അത് നിയമത്തിൻ്റെ ഇന്ത്യൻ ന്യായ വ്യവസ്ഥ, അതാ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ IP ഒക്കെ മാറിയല്ലോ എന്നിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്, അതിനകത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മൃഗങ്ങളോടും വനത്തോടും ഒക്കെ മല്ലിട്ട് മനുഷ്യജീവനെ സംരക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ഒരു ചരടിനകത്ത് പുലിയുടെ പല്ലാണ് എന്ന് പറഞ്ഞു. പുലിപ്പല്ല് കണ്ടാൽ ഉടനെ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ നല്ല പുലിപ്പല്ലാണ്. അതിനകത്ത് ഏറ്റവും ഒരു വിവേചനാത്മകം, ആ വാക്യം ഉപയോഗിക്കുന്നത് ക്ഷമിക്കുക, പക്ഷേ ഉപയോഗിച്ച് നോക്കുള്ളൂ. ഇരട്ടത്താപ്പ് നീതി എന്നൊക്കെ പറയത്തില്ലേ. വിവേചനാത്മകമായി നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഇതാണ്, ചിന്തിച്ചു പോകുന്ന ഇതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. പൽഹാം, ജമ്മു കാശ്മീർ. എന്തിന് നിരീക്ഷണത്തിൽ അദ്ദേഹത്തിനെ വെക്കുന്നത്? ഒരു സാധാരണക്കാരൻ, 30 വയസ്സുള്ള ആൾ, ഏതാണ്ട് ഒക്ടോബർ മാസം 25 1994 ജനിച്ച ഒരു പയ്യൻ. അത് നിരീക്ഷണത്തിലായിരുന്നു. എനിക്കിനി വനവകുപ്പ് ഉദ്യോഗസ്ഥൻ ജനിച്ച കാലം മുതൽ ഈ പയ്യനെ നിരീക്ഷിച്ച് നടക്കുമെന്ന് തോന്നുന്നു. ഇവനെന്തോന്ന് കുറ്റവാളിയാണ്. അവൻ്റെ അമ്മയ്ക്ക് ജാഫ്ന ബന്ധമുണ്ടെന്ന്. ഇത് അറിയാതെ നോക്കുന്നതിന് ഇവിടെ തനിക്ക് ആഫ്രിക്കയിലെ ബന്ധം, ആസ്ട്രേലിയപ്പിത്തിക്കോസിനോ ഹോമോ നിയന്ത്രതാളോടെ ബന്ധം തന്നെ ആഫ്രിക്കയിലെ തന്നെ ഈ നിരീക്ഷണം കണ്ടെത്തി. താനും ഇന്ത്യക്കാരൊന്നുമല്ല, കേരളക്കാരനല്ല. അപ്പം നമ്മളെല്ലാം തന്നെ വിദേശികൾക്ക് തന്നെയാണ്. ഇന്ത്യയുടെ DNA എടുത്തുകൊണ്ട്, ഞാൻ വിഷയം വിട്ട് മാറും, DNA എടുത്തുകൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ തന്നെ റൂട്ട് കാണും. അപ്പോൾ അവിടെ റൂട്ട് കണ്ടുപിടിക്കും. ജാഫ്നയെന്ന് തോന്നുന്നു. ഇയാളുടെ ഇന്ത്യയിലൊക്കെ ചെയ്ത് പൊട്ടിമുള ചാരൊക്കെ ഇവിടെ ആ പോട്ട്, ഞാനത് വിടുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ശാസ്ത്രീയ പരിശോധനയില്ലാതെ അവൻ്റെ കഴുത്തിൽ കിടക്കുന്നത് എന്താണ്? അത് പുലിപ്പല്ലാണ് എന്ന് പറയാനുള്ള ആർജവത്വം സമ്മതിക്കണം കേട്ടോ. ഇവിടെ വനവകുപ്പ് ഉദ്യോഗസ്ഥ അത് പറഞ്ഞ ആളെ, താൻ ഒരു കാര്യം ചെയ്യും, താൻ നേരെ ഈ ലാബിലൊക്കെ പോയി പരിശോധിക്കുന്നതിന് മുമ്പ് താൻ ഇവിടെ കാണും. ഇതങ്ങ് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കർണാടകയിലൊക്കെ ഇട്ടൊക്കെ പരിശോധിക്കേണ്ടി വരുന്നത്. താൻ DNA ഒരു ചെറിയ കട അങ്ങ് തുടങ്ങും. എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഇതെന്താണെന്ന്. പോലീസിനൊക്കെ ഭയങ്കര സഹായമായിരിക്കും. ഫോറൻസിക്കിനെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ തനിക്ക് തൻ്റെ ആ കഴിവിന് ഞാനൊരു വലിയൊരു അവാർഡ് അങ്ങ് തരിക. എന്ത് അവാർഡെന്നറിയോ? ഓസ്കാർ അവാർഡൊന്നുമല്ല, തനിക്ക് നോബൽ പ്രൈസ് തരണം ഇത് കണ്ടുപിടിച്ചതിന്. ഓക്കെ, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. എനിക്കൊരു സ്വർണ്ണക്കടയും തന്നാണ്, 1000 രൂപ താഴേണ്ടത് വാങ്ങിച്ചിട്ടുള്ളൂ. ആ സ്വർണ്ണക്കടക്കാരൻ പറഞ്ഞാൽ എട്ടിക്കൊടുത്തതാണ്, അത് മറ്റൊരാൾ കൊണ്ട് തന്നാണ്. ഈ റാപ്പർ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ വേടൻ എന്ന് പറയപ്പെടുന്ന ആളിൻ്റെ അനിയനാണ് തോന്നുന്നു വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് ആ കടക്കാരൻ പറയുന്നുണ്ട്. ഇതൊരിക്കലും വേടൻ എൻ്റെ കൊണ്ട് തന്നതല്ല, വേടൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. അല്ല, വേടൻ പറഞ്ഞുകൂടാ ഇത് പുലിപ്പല്ലാണോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും അദ്ദേഹം താമസിക്കുന്നത് ചേരിയിലാണ്. ചേരി എന്ന് പറഞ്ഞാൽ എന്താ? തൃശ്ശൂരാണ്, റെയിൽവേ സ്റ്റേഷനടുത്താണ്. ഒരു കോളനിയാണ്, പാവപ്പെട്ടവനാണ്. ഈ പാവപ്പെട്ടവൻ്റെ മേൽ കുതിര കയറുന്ന പരിപാടി നിർത്തണമെന്ന് പണ്ടേ പറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്. ഡോക്ടർ ഭീമാറാവ് അംബേദ്കർ. അദ്ദേഹത്തിന് അതേ വിദ്യാഭ്യാസമുള്ള ഏത് പൊട്ടനുണ്ട് ഇവിടെ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ അത്ര ആ കാലഘട്ടത്തിൽ ചിന്തിച്ച ഏത് വ്യക്തിയുണ്ട് ഇവിടെ? അദ്ദേഹം നട്ടലിനോട് എഴുതി വെച്ച ചില കാര്യങ്ങൾ കൊണ്ട് ഇന്ന് നമുക്ക് തലനിവർത്തി കിടക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം,
വീണ്ടും നമ്മൾ ആലോചിക്കണം, വില്ലുവണ്ടിയിലേറി വന്നതാരാ? പഞ്ചമിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സ്ഥലമാണിത്. ആ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. മഹാത്മാ അയ്യങ്കാളിയുടെ ശരീരത്തിലുള്ള ഓടിപ്പോയിട്ടുള്ള ചോരയും നീരും ഇന്നും ഈ വേടൻ്റെ കയ്യിലുണ്ട്. അത് നമ്മൾ മറക്കാതിരിക്കണോ? പഠിക്കാതിരിക്കാൻ ഈയ ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച പാവപ്പെട്ട ദളിത് സ്ത്രീയെ ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട് നാട്. അവരുടെ വീട് തീകത്തിച്ചിട്ടുണ്ട്. അതൊക്കെ വീണ്ടും കൊണ്ടുവരണോ? മുലക്കരം തരണോ? മുടിക്കരം തരണോ? മാറ് പറയ്ക്കാൻ അനുവാദമില്ലയോ? നീ മണിയടിക്കുമ്പോൾ മാറി കിടക്കണോ? നീ വരുമ്പോൾ ഓച്ചാന ചുമ്മാതെ നിൽക്കണോ? ഇതൊക്കെ പണ്ടായിരുന്നു. എന്തുകൊണ്ടോ ആരൊക്കെയോ വേടൻ്റെ വരവിൽ പേടിക്കുന്നുണ്ട്. 4000 പേരെ പ്രതീക്ഷിക്കുന്നിടത്ത് 20,000 പേര് വന്നു കഴിഞ്ഞാൽ ആരാ പേടിക്കാതിരിക്കുന്നത്? പോലീസിന് പോലും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ചില കാലഘട്ടങ്ങളിൽ ഓരോ മനുഷ്യർ ഓരോ കാലഘട്ടങ്ങളിൽ ഉദിക്കും. അത് അങ്ങനെ യാതൊരു സംശയമില്ലാത്ത കാര്യം. ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വേടൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ AK ശശീന്ദ്രൻ, ഇവിടുത്തെ വനവകുപ്പ് മന്ത്രി 2 ദിവസം മുമ്പ് പറഞ്ഞത് ഇന്നലെ മലക്കം മറിഞ്ഞ് മാറി പറഞ്ഞു ഇത്രയും വേണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ അവധാനതയോടെ നോക്കേണ്ടിയിരുന്നില്ലേ? ഇത് ആദ്യമേ നോക്കാമായിരുന്നു. ദളിതിന് പ്രത്യേക ആനുകൂല്യമുണ്ട്, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. വൾണറബിൾ സൊസൈറ്റി എന്ന് പറയപ്പെടുന്നൊരു വാക്കുണ്ട് അതിനകത്ത്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത്, ഭരണഘടനയ്ക്കകത്ത്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ മാത്രമല്ല അവരെ ഉദ്ധരിച്ചുകൊണ്ട് വരണമെന്നേ. എത്രത്തോളം ഫണ്ടാണ് അതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പഠിക്കുന്നത് ആദിവാസികളുടെ ജീവിതം എന്നൊരു സംഭവത്തിൽ ഞാനിപ്പോൾ എൻ്റെ 2ാമത്തെ ഡോക്ടറേറ്റ് ചെയ്യുന്നു. ഞാൻ അവരോടൊപ്പം ഇടപഴകി ജീവിക്കുന്നു എനിക്കറിയാം. അവർക്കൊന്നും ഈ ഫണ്ടിനെക്കുറിച്ചൊന്നും പിടിയുന്നില്ല. അവർക്ക് അതിൻ്റെ ഒന്നും ഒരു ചിന്ത അവരുടെ മനസ്സില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യന് ഈ നിഷേധിക്കപ്പെട്ട നീതി നേടിക്കൊടുത്തു കൊടുക്കുക എന്നുള്ളത് പല ശബ്ദങ്ങളിൽ നിന്ന് പുറത്തെത്തണം. അടുത്തത് ഈ പുലിനഖത്തിന് തെളിവൊന്നുമില്ലെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അപ്പാത്തേൽ എന്നൊരു സംഭവമുണ്ട്, വർണ്ണവിവേചനം. അത് പണ്ടേ നിർത്തിയത് കേട്ടോ, വർണ്ണവിവേചനം. അപ്പാത്തേൽ അതിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ച വ്യക്തി നെൽസൺ മണ്ടേലയാണ്. വർണ്ണവിവേചനം ഇത് നെൽസൺ മണ്ടേല വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു വർണ്ണവിവേചന വെറി ലോകത്തിലുണ്ടാവാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് വാദിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഗാന്ധി ഹരിജനമെന്ന ദൈവത്തിൻ്റെ സന്താനങ്ങളെന്ന് വിളിച്ച്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ ചോദിക്കുകയല്ല, എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എല്ലാവരും ഒന്ന് തന്നെയാണ്, എല്ലാവരും മനുഷ്യരാണെന്നൊരു കൺസേൺ നമുക്ക് ഉണ്ടായ പിന്നെ അതിൻ്റെ പ്രശ്നമില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു മനോഹരമായൊരു വാക്കുണ്ട്. 28 ഏപ്രിൽ 2025 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ആർക്കുണ്ടോ ഈ മനോഭാവം? അയാൾ പറഞ്ഞു, എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്, കുറേ ആളുകളുണ്ട്, കുറേ യുവാക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മദ്യം എനിക്ക് ഉപയോഗിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മാറണമെന്ന് ആഗ്രഹമുണ്ട്. സബ്സ്റ്റൻസ് അബ്യൂസിൽ നിന്ന് എനിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ഇതാർക്ക് പറയാൻ സാധിക്കും? എത്ര ലളിതമായിട്ടാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ പിറന്ന ഒരാളാണ്. കത്തോലിക്ക കുടുംബത്തിൽ കുമ്പസാരിച്ചിട്ട് ഞങ്ങളൊക്കെ പറയും, ഇനി അത് ചെയ്യാതിരിക്കണം. ഏറ്റവും പറയാം, ദൈവത്തോട് പറയുക, ചെയ്യാതിരിക്കാം. ഇനി ഞാൻ മേലിൽ ചെയ്യൂല, ഞാൻ പാവം ചെയ്യൂല എന്നാ പറയുന്നത്. ലൈക്ക് ദാറ്റ്. അതിനേക്കാളൊക്കെ ശക്തമായിട്ട് പരസ്യമായിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ഇനി ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കാം. ഇതിൽ കൂടുതലൊരു മനുഷ്യന് കൺവേർഷൻ വേണം, ഇതിൽ കൂടുതലൊരു മനുഷ്യന് മനസ്സിൽ നിന്ന് മാറ്റം വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ മനുഷ്യനെ വേട്ടയാടി പിടിക്കുകയല്ല വേണ്ടേ. ആ മനുഷ്യൻ വന്ന വഴിയിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മയെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അദ്ദേഹത്തിൻ്റെ കരവിത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വാക്കുകൾ, മഞ്ഞുമേൽ എന്ന് പറയപ്പെടുന്ന സിനിമയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്. അത് മാത്രമല്ല, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഭൂമി ഞാൻ വാഴുന്നിടം എന്നൊക്കെ കവിതകൾ അദ്ദേഹം സമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഉണ്ട്, കവിതാ സമാഹാരങ്ങൾ. വളരെ സുന്ദരമായ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കേട്ടോ. ഇതിൽ കൂടുതൽ നീ എന്താ അനുഭവിക്കാമെന്നുള്ള ചോദ്യത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വാക്കുണ്ട്. ലാസ്റ്റ് വാക്ക് മീൻസ് എന്താ, അദ്ദേഹം ഈ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ ഒന്ന് ഒപ്പിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂർച്ചയുള്ള വാക്കുകൾ ഇനിയും വരട്ടെ. പക്ഷേ പടവാളേന്തി വീണ് തീർത്തത് നാവിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കാനില്ലെന്ന് വയലാർ പറഞ്ഞിട്ടുണ്ട്. എഴുതണം. ഒരു കൂട്ടം മനുഷ്യരാകുന്ന ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കാൻ, നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ, നിങ്ങളുടെ ചിന്തകൾക്ക് അഗ്നിനാവുകൾ കൊണ്ട് ജ്വലിപ്പിക്കാൻ കഴിയുന്ന ശബ്ദമാകാൻ
വേറിട്ട ശബ്ദമാകാൻ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കാൻ അധ്യാപകരാണ്, കോളേജ് അധ്യാപകരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ചിന്തകൾ ശക്തമായി വരട്ടെ. നമ്മുടെ ആനക്കൊമ്പൊക്കെ ഇവിടെ ഉണ്ട്, കൃഷ്ണമൃഗത്തെ വേട്ടയാടിയവരോടൊക്കെ ഉണ്ട്. ആനക്കൊമ്പുകാരൻ ഒരു ദിവസമെങ്കിലും കുറ്റം കണ്ടെന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്താരൊന്നും സാധിച്ചില്ലല്ലോ. ഇതാണ് ഇരട്ട നീതി. ഞാൻ ആ ആളിനെ കുറ്റം പറയുന്നതില്ല, ആരാന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു ദിവസമെങ്കിലും ഒന്ന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതാണ് ഇരട്ട നീതി. പണത്തിന് വരെ പരുന്തും പറക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേടൻ എന്ന് വിളിക്കപ്പെടുന്ന ഹിരൺദാസ് മുരളി തങ്ങളോടൊപ്പം ഈ സമൂഹത്തിൻ്റെ ഒരു കൂട്ടമല്ല, ഏതാണ്ട് 90% ആളുകളുണ്ട്. തന്നെ പേടിക്കുന്ന ആരാന്നറിയാവോ? ഇവരൊക്കെ 4 പ്രാവശ്യവും 10 പ്രാവശ്യവും മൈക്ക് വെച്ച് അനൗൺസ് ചെയ്തിട്ട് അവരുടെ പ്രസംഗം കേൾക്കാനോ അവരുടെ പാട്ട് കേൾക്കാനോ അവരുടെ കൂത്ത് കേൾക്കാനോ ആൾ കൂടാത്തിടത്ത് താനെന്ന് പറയപ്പെടുന്ന ഒരു ചേരിയിൽ താമസിക്കുന്ന ഒരാൾ എന്തെങ്കിലും പരിപാടി എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യും, പ്രത്യേകിച്ച് പാട്ടിൻ്റെ, ഗാനത്തിൻ്റെ, വായ്ത്താരിയുടെ എന്തെങ്കിലും ശബ്ദം എവിടെയെങ്കിലും ഉയർത്തിക്കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്നത് കണ്ട് പേടിക്കുന്നവൻ, ജനക്കൂട്ടത്തിൻ്റെ ആരവം കേൾക്കുമ്പോൾ മാളത്തിലേക്ക് ഒളിഞ്ഞു കയറാൻ ആഗ്രഹിക്കുന്നത്. അവൻ വിളിക്കുമ്പം വരുന്നില്ല, ലവൻ വിളിക്കുമ്പം വരുന്നു. അവനെന്താ ക്വാളിറ്റി? അവൻ 30 വയസ്സല്ലേ ഉള്ളൂ, 30 വയസ്സുള്ളവൻ വിളിക്കുമ്പോൾ എന്തിനാ ഞങ്ങൾ ഇറങ്ങി വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് പിന്നാമ്പുറത്തേക്ക് പോകാൻ ആശയമില്ലാത്തവൻ, ചിന്തയില്ലാത്തവൻ, പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്തവൻ, ചേമുഷിയില്ലാത്തവൻ, വിപ്ലവത്തിൻ്റെ സ്വരം പോലും നാവിലില്ലാതെ കൊടിയിൽ മാത്രം എടുത്ത് കാണിക്കുന്നവൻ, അവനാണ് നിന്നെ പേടിക്കുന്നത്. നീ പേടിക്കാതെ കടന്നു വരൂ. ഒരു കൂട്ടം ആളുകളുണ്ട്, പേര് ജോൺസൺ കരൂർ.